വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ്. ഇന്ന് 12th മെയ് ആണ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ സാറ്റർഡേ ഒരു 12 o'clock കൂടിയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ് ഫയറിന്റെ ആ ഒരു തീരുമാനം വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളന്നും വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു വാർ ലൈക്ക് സിറ്റുവേഷൻ അധികം മോശമാകാതെ തന്നെ ഒരു മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ ഇടപെടലോടുകൂടി അതിവൈകാതെ തന്നെ തീരും, ഒരു യുദ്ധത്തിലേക്കൊന്നും പോകില്ല, എല്ലാവരും പോർട്ട്ഫോളിയോകൾ എല്ലാം ഇൻടാക്ട് ആയിട്ട് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് നമ്മളൊന്നും വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഇന്ന് ആ ഒരു സീസ് ഫയർ തീരുമാനം കഴിഞ്ഞ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ മുതൽ നിഫ്റ്റി വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു റാലിയോട് കൂടി ഇന്ന് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 24,780 അരികില് 770 പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു 3%-ലധികം ഉയർന്നാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നിഫ്റ്റിക്ക് ഒരു ടാർഗറ്റ് ആയിട്ടുള്ള 25,900 എന്നുള്ള ലെവലിലേക്ക് നിഫ്റ്റി മൂവ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ സംസാരിക്കാറുള്ളതാണ്. ഈ നിഫ്റ്റിയുടെ ഈ ഒരു ബ്രേക്കൗട്ടോടുകൂടി നിഫ്റ്റി ആ ലെവലിലേക്ക് മൂവ് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് വളരെ കൂടുതലുള്ളത്. നമുക്കറിയാം ട്രേഡ് താരിഫാറിന്റെ കാര്യത്തിൽ ഇപ്പോൾ വോളാറ്റിലിറ്റി എല്ലാം തീർന്നു, ഏകദേശം എല്ലാ ട്രേഡ് ഡീലുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ടെൻഷൻ മാർക്കറ്റിനില്ല. ഇപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കൂടെ തീരുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഇന്ത്യയുടെ ഒരു ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബലി തന്നെ ഒരു പെർസെപ്ഷൻ മാറാൻ പോവുകയാണ്. കാരണം ഇന്ത്യക്ക് വളരെ നല്ല ഒരു ഡിഫൻസ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതിന് വളരെ പ്രൂഫായി മാറിയിരിക്കുകയാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിലേക്ക് കുറെ അധികം ചൈനയിൽ നിന്ന് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സും ഇന്ത്യയിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ അതിനെല്ലാം ഇന്ത്യയുടെ ഡിഫൻസ് കപ്പാസിറ്റി വളരെ പ്രോത്സാഹനം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ നമുക്കറിയാം ഈ മാർക്കറ്റിന് കുറെ സമയമായിട്ടും ഇന്ത്യയിൽ നിന്നും ഔട്ട്ഫ്ലോ പോയിരുന്ന ഫോറിൻ ഫണ്ടെല്ലാം ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസോളിഡേഷന്റെ പീരീഡ് കഴിഞ്ഞ് ഇനി ഒരു ബ്രേക്കൗട്ടോടുകൂടി മുകളിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സമയം വന്നിരിക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിലേക്ക് ആണ് ഇനി മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും വേണ്ട. എന്തായാലും ഇൻവെസ്റ്റേഴ്സിന് വരും ദിവസങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നേടാനുള്ള അവസരങ്ങളിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റീസ് നമ്മുടെ ഇപ്പോൾ ഈ വാറിന്റെ ഒരു പശ്ചാത്തലത്തിൽ ക്ലോസ് ചെയ്തിരുന്ന 32 എയർപോർട്ട്സും ഓപ്പൺ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറേയധികം ഏവിയേഷൻ സെക്ടറിലുള്ള സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിലുള്ള സ്റ്റോക്കുകളിലെല്ലാം പോസിറ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് വരും ദിവസങ്ങളിൽ പെർഫോമൻസ് കാണാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും സംസാരിച്ചതുപോലെ ഡിഫൻസ് സെക്ടറിലുള്ള സ്റ്റോക്കുകൾക്ക് വളരെ നല്ല പൊട്ടൻഷ്യലാണ് ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇത്രയും കപ്പാസിറ്റി നമ്മളൊരു റിയൽ വാർ സിറ്റുവേഷനിൽ നമ്മുടെ ഡിഫൻസ് കമ്പനികളുടെ കപ്പാസിറ്റി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു കണ്ടീഷനിലേക്കാണ് നമ്മുടെ മാർക്കറ്റിന്റെ സിറ്റുവേഷൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഇൻവെസ്റ്റേഴ്സും അവരുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കുകൾ വളരെ കോൺഫിഡൻസോടുകൂടി ഹോൾഡ് ചെയ്യുക. ഒരു ദിവസങ്ങളിൽ നമുക്ക് വളരെ നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാനായിട്ടുള്ള അവസരം മാർക്കറ്റ് നൽകും. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.